ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് അഖിലും ക്ഷാമയും കൂടി ക്ഷേത്രത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. തുടർന്ന് ജഗന്നാഥൻ ആ ഗുണ്ടകളെ വിളിച്ചിട്ട് പറയുകയാണ്, എന്താണെങ്കിലും ഇപ്പോൾ അവരൊന്നും ചെയ്യണ്ട. ഞാനേ അവനെ ഒന്ന് കണ്ടതാ. അവൻ ഇനി എന്താണെങ്കിലും സൂക്ഷിച്ചേ പോവുകയുള്ളൂ. അവര് ക്ഷേത്രത്തിലൊക്കെ തൊഴുത് തിരിച്ചു വരട്ടെ. തിരിച്ചു വരുന്ന വഴി നമുക്ക് ഈ ട്രക്ക് കയറ്റി ഇറക്കാമെന്നൊക്കെ ജഗൻ അവരോട് പറയുകയാണ്. പിന്നീട് കാണിക്കുന്നത് അഖിലും ക്ഷാമയും കൂടി ക്ഷേത്രത്തിൽ തൊഴുതുകൊണ്ട് നിൽക്കുമ്പോൾ കണ്ണൻ അങ്ങോട്ടേക്ക് വരികയാണ്. കണ്ണനെ കണ്ടയുടൻ തന്നെ സന്തോഷത്തോടെ അഖിൽ കണ്ണന്റെ അരികിലേക്ക് ഓടി ചെല്ലുന്നു. സാറേ, നിങ്ങൾ ബൈക്കിലാണല്ലേ വന്നത്? വണ്ടി ഓടിക്കുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ എന്ന് കണ്ണൻ പറയുമ്പോൾ അഖിൽ പറയുകയാണ്, ദേ നിന്റെ ശ്യാമേച്ചിയുമുണ്ട് എൻ്റെ ഒപ്പം. ശ്യാമയ്ക്ക് നിന്നെ കാണണമെന്ന് നല്ല ആഗ്രഹമാ. ശ്യാമയും കൂടി കണ്ടിട്ട് നീ പോയാൽ മതിയെന്ന് അഖിൽ പറയുമ്പോൾ പിന്നീട് ഒരിക്കലാകാമെന്നൊക്കെ കണ്ണൻ പറയുന്നുണ്ട്. നിൽക്ക് കണ്ണ, ഞാനിപ്പോൾ വിളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് അഖിൽ ശ്യാമയെ വിളിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് ചെല്ലുമ്പോഴേക്കും കണ്ണൻ അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. കണ്ണനെ കാണാത്തതിൽ ആകെ വിഷമിച്ച് നിൽക്കുകയാണ് ശ്യാമ. പിന്നീട് കാണിക്കുന്നത് നേരം രാത്രിയാകുന്നു. ക്ഷേത്രത്തിൽ പോയ അഖിലിനെയും ശ്യാമയും കാത്ത് വഴിയരികിൽ നിൽക്കുകയാണ് ജഗനും ജഗന്റെ ആളുകളും. ജഗൻ സാറേ, ഇത്ര നേരമായിട്ടും അവരെ കാണുന്നില്ലല്ലോ. നമുക്കൊരു കാര്യം ചെയ്യാം, ക്ഷേത്രത്തിലേക്ക് അങ്ങോട്ടേക്ക് പോയാലോ? വേണ്ട, അങ്ങനെയൊന്നും വേണ്ട. അവരെന്താണെങ്കിലും ഇതുവഴിയല്ലേ തിരിച്ചു വരൂ. ഞാൻ എന്താണെങ്കിലും ഇവിടെ നിൽക്കുന്നില്ല. ഞാൻ പോവുകയാണെന്ന് ജഗൻ പറയുമ്പോൾ സാറ് പോയിക്കോളാനും അവരുടെ കാര്യം ഞാൻ ഏറ്റെന്നും ആ ഗുണ്ടകൾ പറയുകയാണ്. അങ്ങനെ ജഗൻ അവിടെ നിന്ന് പോകുമ്പോൾ അഖിലിനെയും ശ്യാമയും കാത്തു നിൽക്കുകയാണ് ആ ഗുണ്ടകൾ. അതേസമയം അഖിലും ശ്യാമയും അതുവഴി വരികയാണ്. അങ്ങനെ അഖിലിന്റെയും ശ്യാമയ്ക്കും എതിർദിശയിൽ ആ ട്രക്കും കൊണ്ട് ചെല്ലുകയാണ് അവര്. അങ്ങനെ അഖിലിനെയും ശ്യാമയും അവര് വണ്ടി ഇടിപ്പിക്കാനായി ശ്രമിക്കുമ്പോഴേക്കും പെട്ടെന്ന് കണ്ണൻ അഖിൽ സാറേ എന്ന് വിളിക്കുകയാണ്. കണ്ണന്റെ വിളി കേട്ട് അഖില് പെട്ടെന്ന് വണ്ടി വെട്ടിക്കുകയും അഖിലും ശ്യാമയും അത്ഭുതകരമായി രക്ഷപ്പെടുകയും ചെയ്യുന്നു. സാർ, ആ വാൻ നമ്മളെ മനഃപൂർവ്വം ഇടിപ്പിക്കാൻ നോക്കിയതാണെന്ന് ശ്യാമ പറയുമ്പോൾ അഖില് ചുറ്റും നോക്കുകയാണ്. എന്താ സാർ, എന്തു പറ്റി? ഇത് കേൾക്കുന്ന അഖില് പറയുകയാണ്, കണ്ണന്റെ വിളി കേട്ടിട്ടാ ഞാൻ വണ്ടി വെട്ടിച്ചത്. കണ്ണനാ നമ്മളെ രക്ഷിച്ചത്. അവൻ എവിടെയോ ഒളിച്ചു നിൽപ്പുണ്ട്. അവൻ നമ്മളെക്കുറിച്ച് എല്ലാം മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. അവൻ ദൂരെ എവിടെ നിന്നോയാ വിളിച്ചത്. അതുകൊണ്ട് തന്നെയാ ഞാൻ വണ്ടി വെട്ടിച്ചതും. പക്ഷേ ഞാനൊന്നും കേട്ടില്ലല്ലോ. അവൻ എവിടെയാ? എനിക്കും കാണണമെന്ന് ശ്യാമ പറയുന്നു. സാറിന് വല്ലതും പറ്റിയോ എന്ന് ശ്യാമ ചോദിക്കുമ്പോൾ ഇല്ലടോ, എനിക്കൊന്നും പറ്റിയിട്ടില്ലെന്ന് അഖിൽ പറയുന്നു. തൻ്റെ കൃഷ്ണൻ നമ്മളെ രണ്ടുപേരെയും രക്ഷിച്ചു. എങ്കിലും ഞാൻ വല്ലാതെ പേടിച്ചു പോയെന്ന് ശ്യാമ പറയുമ്പോൾ അഖിൽ പറയുകയാണ്, താൻ എന്തിനാടോ പേടിക്കുന്നത്? ഞാൻ ഇന്നാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷിച്ച ദിവസം. പക്ഷേ ആ വാൻ നമ്മുടെ നേരെ വന്നതോ? അതൊക്കെ യാദൃശ്ചികമായി സംഭവിച്ചതായിരിക്കുമെടോ എന്ന് അഖിൽ പറയുന്നു. സാർ, നമ്മൾ അമ്പലത്തിലേക്ക് പോകും വഴിയൊക്കെ ആ വാൻ നമ്മുടെ പിന്നാലെ ഉണ്ടായിരുന്നു സാർ. ഞാനത് വ്യക്തമായി കണ്ടതാ. ഇത് കേൾക്കുന്ന അഖിൽ പറയുകയാണ്, ആ ജഗന്നാഥൻ അയാളായിരിക്കുമോ ഇതിന്റെ വേണ്ട സാർ, വഴക്കിനൊന്നും പോകണ്ട. നാളെ നമ്മുടെ രണ്ടുപേരുടെയും സന്തോഷമുള്ള ഒരു ദിവസമാണ്. ശരി, എന്നാൽ താൻ ഈ കാര്യം ആരോടും പറയാൻ നിൽക്കണ്ടെന്നും ശ്യാമയോട് അഖിൽ പറയുന്നു. അങ്ങനെ അവര് പോയതിനു ശേഷം കണ്ണൻ അവര് പോകുന്നത് നോക്കി നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ആനന്ദ നിലയമാണ്. വിഷമത്തോടെ നിൽക്കുന്ന അമൃതയാണ് കാണിക്കുന്നത്. എന്നെ അങ്ങനെ തോൽപ്പിക്കാൻ ഞാൻ എന്താണെങ്കിലും ശ്യാമയെ അനുവദിക്കില്ല. ഞാനിപ്പോ എന്താ ചെയ്യുക? പിന്നീട് കാണിക്കുന്നത് അഖിലിനെയും ശ്യാമയുമാണ്. മുറിയിലേക്ക് വരുന്ന ശ്യാമ താഴെ കിടക്കാനായിട്ട് ഷീറ്റും തലയിണയും ഒക്കെ എടുക്കുകയാണ്. ഹലോ ഹലോ, ഇങ്ങനെ ആത്മാർത്ഥമായിട്ടൊന്നും വിരിക്കണമെന്നൊന്നുമില്ല. നാളെ മുതലേ തനിക്ക് പ്രൊമോഷനാ. ദേ ഇവിടെ എന്ന് പറഞ്ഞ് അഖില് കട്ടിലിൽ തൊട്ട് കാണിക്കുമ്പോൾ ശ്യാമ പറയുകയാണ്, ദേ ഒരു ഇടി വെച്ച് തന്നാലുണ്ടല്ലോ. എന്ത് ഇടിയോ? അഖിൽ സാറേ എന്ന് പറഞ്ഞ് പേടിച്ച് എന്നെ വിളിച്ചുകൊണ്ട് നടന്ന ആള് ഇപ്പൊ എന്നോട് പറയുന്നത് കേട്ടില്ലേ, ഇടി വെച്ച് തരുമെന്ന്. ആഹാ, എന്നാ അതൊന്ന് കാണണമല്ലോ എന്ന് പറഞ്ഞ് അഖില് ശ്യാമയ്ക്ക് നേരെ ചെല്ലുമ്പോൾ സാർ, നാളെ മുതൽ ഫുള്ള് സ്വാതന്ത്ര്യം തരാം. ഈ ഇടിയും പിച്ചുമൊക്കെ ഇന്നും കൂടി എന്നെ ഒന്ന് വെറുതെ വിട്ടേക്കണം. എങ്കിലൊരു കാര്യം ചെയ്, എന്നെ ഒന്ന് ഇടിച്ചേന്ന് അഖില് പറയുമ്പോൾ ഞാൻ ചുമ്മാ പറഞ്ഞതാണെന്ന് ശ്യാമ പറയുന്നു. എനിക്ക് അഖിൽ സാർ എന്നും അഖിൽ സാർ തന്നെയാണ്. ഇന്ന് വരെ എന്നെ അഖിൽ സാർ എന്ന് വിളിച്ചത് ഞാൻ ക്ഷമിച്ചു. നാളെ എങ്ങാനും എന്നെ അഖിൽ സാർ എന്ന് വിളിച്ചാലുണ്ടല്ലോ, പിന്നെ നാളെ ഞാൻ എന്ത് വിളിക്കണമെന്നാ? ഒരു കാര്യം ചെയ്, താൻ എന്നെ പേര് വിളിച്ചോ. പിന്നെ അഖിൽ സാറിനെ പേര് വിളിക്കാനോ? ഞാനോ? നന്നായി, അതിനൊക്കെ വേറെ ആളെ നോക്കിയാൽ മതി. എങ്കിലൊരു കാര്യം ചെയ്, ഈ പരമ്പരാഗതമായ വിളിയില്ലേ, ഏട്ടൻ, അഖിലേട്ടൻ, അങ്ങനെ വിളിച്ചോ. വേണ്ട സാർ, അഖിൽ സാർ എന്ന് വിളിച്ചാൽ മതി. അങ്ങനെ വിളിക്കുമ്പോഴാ എനിക്കൊരു സന്തോഷം. എന്താടോ, സ്വന്തം ഭാര്യ ഏട്ടൻ എന്ന് വിളിക്കുമ്പോൾ നമുക്കത് കേൾക്കാൻ ഒരു ത്രില്ലല്ലേ. താനൊന്ന് അഖിലേട്ടൻ എന്ന് വിളിച്ചേ. ഞാൻ എന്താണെങ്കിലും നാളെ വിളിക്കാമെന്ന് ശ്യാമ പറയുമ്പോൾ പറ്റില്ലെന്നും ഇപ്പൊ തന്നെ വിളിക്കണമെന്നും അഖിൽ പറയുന്നു. പിന്നെ ശ്യാമ അഖിലേട്ടൻ എന്ന് വിളിക്കുമ്പോൾ അഖിലിന് സന്തോഷമാകുന്നു. എന്താണെങ്കിലും നമ്മൾ നാളെ മുതൽ ഒരുമിച്ചല്ലേ കിടക്കുന്നത്. അപ്പോ ഇന്ന് തൊട്ട് നമുക്ക് അങ്ങ് കിടന്നേക്കാം. അതെ, വേവോളം കാക്കാമെങ്കിലേ 6ഓളം കാക്കണം. ഇന്നേ അവിടെ പോയി കിടന്നാ മതി. അതേസമയം ജയേഷ് അഖിലിന്റെ ഫോണിലേക്ക് വിളിച്ച് ആശംസകൾ അറിയിക്കുകയാണ്. നിന്റെ എത്രാമത്തെ താലികെട്ടാ എന്ന് ജയേഷ് ചോദിക്കുമ്പോൾ എണ്ണമൊന്നും ഞാൻ എടുത്തിട്ടില്ലെന്ന് അഖിൽ പറയുന്നു. എങ്കിലേ എനിക്കറിയാം, നിന്റെ 3ാമത്തെ താലികെട്ടല്ലേ ഇത്.
ഇതാണല്ലേ പ്രധാന കല്യാണം, വീട്ടുകാർ അംഗീകരിക്കുന്ന കല്യാണം. ഈ കല്യാണം നടക്കുമോ എന്ന് ജയേഷ് ചോദിക്കുമ്പോൾ ആകാശം ഇടിഞ്ഞു വീണാലും ഈ കല്യാണം നടക്കുമെന്ന് അഖിൽ പറയുന്നു. അല്ല, നടക്കാതിരിക്കാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്ന് ജയേഷ് ചോദിക്കുമ്പോൾ ഇല്ലെന്നും ജയേഷ് വെച്ചിട്ട് പോകാൻ നോക്കാനും അഖിൽ പറയുന്നു. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.